ഹമീൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് റവ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. റവപ്പനിയാരം. ഇത് വളരെ ടേസ്റ്റി ആയ റെസിപ്പിയാണ്. നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ആദ്യം ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചതും ഒരു പച്ചമുളക് ചെറുതായി മുറിച്ചതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇടേണ്ടത് സവാളയാണ്. ഇതിപ്പോൾ ഞാൻ ഒരു സവാളയുടെ പകുതി ചെറുതായിട്ട് മുറിച്ചെടുത്തതാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. സവാളയുടെ പച്ച മണമൊന്ന് പോവാനും വേണ്ടിയിട്ടാണ്. ഉപ്പൊന്നും ചേർക്കാതെയാണ് കേട്ടോ ഞാനിങ്ങനെ വഴറ്റിയെടുക്കണത്. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനെ മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗൾ എടുക്കുക. ഇതിലേക്ക് ഇപ്പോൾ 1 കപ്പ് റവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വറുത്തതും വറുക്കാത്തതുമായിട്ടുള്ള റവ ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ വറുത്ത റവയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു 3/4 കപ്പ് തൈരും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ വാട്ടി വെച്ചിരിക്കുന്ന സവാളയുടെ കൂട്ടുണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. കട്ടയൊന്നും കെട്ടാതെ മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കിതിനെ 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഇതാ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ അപ്പസോഡയും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. അങ്ങനെ ഇത്രയേ ഉള്ളൂ നമ്മുടെ റവപ്പനിയാരത്തിനുള്ള മിക്സ് ഉണ്ടാക്കാനുള്ള പണി. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇത് ഉണ്ടാക്കാൻ കാര്യമായിട്ട് പണിയൊന്നുമില്ല. നമ്മൾ സാധാരണ ഉണ്ണിയപ്പം ചുട്ടെടുക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ. ആദ്യം ഉണ്ണിയപ്പച്ചട്ടി വെച്ചിട്ട് ചൂടാക്കുക. ചൂടായിട്ട് വരുമ്പോൾ ഓരോ കുഴിയുടെയും 1/4 ഭാഗത്തോളം എണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഈ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ തീ കുറച്ച് വെക്കുക. തീ കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഓരോ കുഴിയിലേക്കും ഓരോ ടേബിൾ സ്പൂൺ വീതം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പുറം ഭാഗം അങ്ങോട്ട് ക്രിസ്പി ആയി ബ്രൗൺ കളറായിട്ട് അങ്ങ് വരും. പക്ഷെ ഉൾഭാഗമാണെങ്കിൽ വെന്തിട്ടും ഉണ്ടാവില്ല. അപ്പോൾ തീ എപ്പോഴും കുറച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഏകദേശം 5 മിനിറ്റ് ആകുമ്പോഴത്തേക്കിന് ഒരു സൈഡ് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് മറ്റേ സൈഡും കൂടെ ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. ഇപ്പോൾ ഇതാ കണ്ടോ, 2 സൈഡും കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ചുട്ടെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ അടിപൊളി റവപ്പനിയാരം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ. വളരെ ടേസ്റ്റിയാണ്. ഇത് നമ്മൾ ടൊമാറ്റോ സോസ്, ഗാർലിക് മയോണൈസ് അതൊന്നും അല്ലാതെ നമ്മുടെ സാധാരണ തേങ്ങാ ചട്നി ഇവയുടെ കൂടെയൊക്കെ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ വെറും ചായയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്